നമസ്കാരം. KSRTC ബസ്സിലെ പൊതുജനങ്ങളോട് കടക്ക് പുറത്തെന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ് ലീഗിന്റെ വനിതാരത്നം ഫാത്തിമ തഹ്ലിയ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന് മാത്രമുള്ളവർ ഇവിടെ നിന്നിട്ട് സകലമാന പുരുഷന്മാരോടും കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിക്കാൻ ഇവരാരാണ്? മാധ്യമ പ്രവർത്തകരല്ലാത്ത എല്ലാ ആളുകളും ഉദ്ഘാടന പരിപാടിയിൽ സ്ത്രീകളല്ലാത്ത മാധ്യമ പ്രവർത്തകരല്ലാത്ത ആളുകൾ ഇറങ്ങണം. കണ്ടല്ലോ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആണല്ലോ. ജനങ്ങളാൽ ഞങ്ങളെ നയിക്കാൻ നിങ്ങൾ വരൂ എന്ന രീതിയിൽ അവർ വോട്ടിട്ട് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു വനിത. അവർ ഒരു KSRTC ബസ്സിൽ, ലേഡീസ് ഓൺലി ബസ്സല്ല, വനിതകൾക്ക് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സൗജന്യ യാത്ര കൊടുക്കുന്ന ബസ്സിൽ വനിതകൾക്ക് സൗജന്യമെന്നേ ഉള്ളൂ. അതിനകത്ത് പുരുഷന്മാർക്കും കയറാം എന്നുള്ളത്, അല്ലെങ്കിൽ പുരുഷന്മാർക്കും അതിനകത്ത് ഇരിക്കാം. പക്ഷേ പാടില്ല. ഞാനും എൻ്റെ പരിവാരങ്ങളും എൻ്റെ ക്യാമറാമാരും ഒഴികെയുള്ള ബാക്കിയുള്ള സകലമാന പേരും പുറത്തേക്ക് പൊയ്ക്കൊള്ളണം ആജ്ഞാപിക്കുകയാണ്. അതായത് ഇപ്പോൾ ജനപ്രതിനിധിയല്ല, മാനസികമായിട്ട് എന്തായി മാറിക്കഴിഞ്ഞു? ഞാൻ ഒരു ഝാൻസി റാണി മൈൻഡായി മാറിക്കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് കൽപ്പിക്കും, നിങ്ങൾ അങ്ങോട്ട് കേട്ടോളണം. ഈ ഒരു പ്രവർത്തനം, ഇതിനെ എന്തായിട്ട് വേണം പരിഗണിക്കാൻ? ഈ ഹുങ്ക്, ധാർഷ്ട്യം, ധിക്കാരം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആക്രോശിക്കാൻ, ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കാൻ. കാര്യം മൊബൈൽ ഫോണുമായിട്ട് ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം പറയാം. അല്ലാതെ സകലമാന പേരും ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ബസ്സിൽ ഞങ്ങൾ കുറച്ച് പേരങ്ങ് കയറും, സൗജന്യ യാത്രയുടെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി. അതിനപ്പുറത്തേക്ക് ആരും ഇരുന്നു പോകരുതെന്ന് പറയാൻ കാരണം സകല പേരും പുറത്തേക്ക് പൊയ്ക്കൊള്ളണമെന്ന് പറയേണ്ട കാര്യം? അതിന് ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത്? ഈ ജനങ്ങൾ മീൻസ് ഞാനും അവരും എല്ലാം ഉൾപ്പെടുന്ന പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ ചെറിയ ഒരു അംഗീകാരം തന്നു MLA ആയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ. അതിന് ഞങ്ങളെ കയറി ഭരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രിയപ്പെട്ട വനിതാരത്നം കരുതിക്കളയരുത്. സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാത്ത രീതിയിലുള്ള PR പണി ചെയ്ത് സംഭവബഹുലമാക്കി അവതരിപ്പിച്ച ലീഗിന്റെ വനിതാരത്നത്തിന്റെ ഉള്ളാലെ എന്താണെന്നാണ് കാണാൻ പറ്റുന്നത്. അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്നും, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട അവരുടെ പൊതു ഗതാഗത സൗകര്യത്തിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ആക്രോശിക്കാനും ആജ്ഞാപിക്കാനും ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഹനമാണെന്നെങ്ങാനും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാചകത്തിന് അർത്ഥമുണ്ട്. അല്ലാതെ PR കമ്പനിക്കാരെ എല്ലായിടത്തും കൊണ്ട് നടക്കും, ചില PRകാർ വേണ്ട എന്ന് പറയാനായിട്ട് നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? അവരതിനകത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിനകത്ത് ആര് കയറണം കയറണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമില്ല. ഇല്ലാത്ത അവകാശവാദവും ഷോയെന്നും പൊതുസമൂഹത്തിലിറങ്ങി ജനങ്ങൾക്ക് മുന്നിലോ ക്യാമറകൾക്ക് മുന്നിലോ കാണിച്ചാൽ അതൊന്നും അംഗീകരിക്കുന്നതല്ല ഇവിടം. അവിടെ ലീഗിന്റെ കുറെ ആശാന്മാർ ഇതിനെ വാഴ്ത്തുപാട്ട് പാടുമായിരിക്കും. കാര്യം അവരാണല്ലോ ഇങ്ങനെയുള്ള വനിതകളെയൊക്കെ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ PR പ്രൊപ്പഗാൻഡയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും മതം പറഞ്ഞും വർഗീയത പറഞ്ഞൊക്കെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിച്ചത്. ആ സ്ഥാനമാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളോട് ഏറ്റവും വിനീതരായി പെരുമാറണം, അല്ലാതെ അഹങ്കാരമല്ല. ഇന്നലകളിൽ പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചിരിക്കാത്ത ആളാണ് ധാർഷ്ട്യമെന്ന് പറഞ്ഞവർ ഇതിനെ എന്ത് രീതിയിലായിരിക്കും നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ ഒരു യുവ വനിത ഈ നാട്ടിലെ പൊതുസമൂഹത്തിലുള്ളവരോട് ഇടപെടേണ്ടത്? നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും ലക്ഷ്യം വെച്ചാണെങ്കിൽ അവരോട് പറയണം. അല്ലാതെ ഈ ബസ്സിനകത്തുള്ള ഞാനും എൻ്റെ മീഡിയ ക്യാമറക്കാരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകാൻ പറയാൻ നിങ്ങളാരാണ്? ഈ നാട്ടിൽ വെറും ഒരു MLA ആണ്. MLA എന്ന് പറഞ്ഞാൽ രാജാവെന്നല്ല അതിൻ്റെ അർത്ഥം. താൽക്കാലികമായി ജനങ്ങൾ വോട്ടിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജയിപ്പിച്ച ഒരു വ്യക്തി. നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. അവരുടെ തലയിൽ കയറി നിരങ്ങാനുള്ള ഒരവകാശവുമില്ല എന്ന് ആ വനിതാരത്നത്തെ ഓർമ്മിപ്പിക്കുകയാണ്.